മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ പരിസര പഠനത്തിൻ്റെ 2025-26 ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഭാഗത്തായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടുന്നതാണ്. പ്രവർത്തനം ഒന്നിൽ A, ഒന്നിൽ B എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒന്നിന് മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. ഒന്നിൽ A ക്വസ്റ്റ്യനോ ഒന്നിൽ Bയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചെടികളും ഭാഗങ്ങളും. A ക്വസ്റ്റ്യൻ, ചെടികൾക്കാവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് തണ്ടിൽ വെച്ചാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ചെടികളുടെ ആഹാരം നിർമ്മിക്കുന്നത് തണ്ടിലാണോ സ്റ്റെമ്മിലാണോ? അല്ല, ഇലകളിലാണ് അല്ലേ, അടുക്കള എന്നറിയപ്പെടുന്നത് അല്ലേ, ഇലകളിലാണ് ആഹാരം പാകം ചെയ്യുന്നത്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റ് എന്ന് എഴുതാം. B ക്വസ്റ്റ്യൻ, ചിത്രങ്ങൾ പരിശോധിക്കുക. 2 ദിവസങ്ങൾക്ക് ശേഷം ചിത്രം 1ലെയും ചിത്രം 2ലെയും മഷിത്തണ്ട് ചെടികൾക്ക് എന്തു മാറ്റമാണ് ഉണ്ടാവുക? കാരണം എഴുതുക. ഇപ്പോൾ ചിത്രം 1ലെ തണ്ടുകൾക്ക് എന്ത് മാറ്റമാണ്? ഇതിൽ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ അല്ലേ. ഇതിൽ വെള്ളമില്ല, ഇതിൽ വെള്ളമുണ്ട് അല്ലേ. ചെടികൾക്ക് വളരാൻ വെള്ളം ആവശ്യമാണ് അല്ലേ. വെള്ളം ഉണ്ടായാലേ വാടാതെ നിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിലുള്ള ചെടികൾ വാടിപ്പോയിട്ടുണ്ടാകും അല്ലേ, ഇതിലുള്ളത് വാടാതെ വളർന്നിട്ടുണ്ടാകും അല്ലേ. ചിത്രം 1ലെ ചെടിക്ക് എന്താണ് സംഭവിക്കുക? അത് ഉണങ്ങിപ്പോകും അല്ലേ, അല്ലെങ്കിൽ വാടിപ്പോകും അല്ലേ. ചെടി ഉണങ്ങിപ്പോകുന്നു. വെള്ളം ലഭിക്കാത്തതിനാൽ അതിന് തളരാതെ നിൽക്കാൻ കഴിയില്ല അല്ലേ. വെള്ളമില്ല, ഇതിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നതിനാൽ ചെടി വാടാതെ നിൽക്കുന്നു അല്ലേ, വാടാതെ നിൽക്കുന്നു എന്ന് എഴുതാം. C ക്വസ്റ്റ്യൻ, ചെടികൾക്ക് വേര്, തണ്ട് എന്നിവ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ചെടികൾക്ക് എന്തിനാണ് വേര് അല്ലേ? ഇതൊരു ചെടിയാണ്. ഇപ്പോൾ വേരിലാണ് ഈ മണ്ണിലില്ലേ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. മണ്ണിൻ്റെ അടിയിൽ ഈ വേരുകളാണ് ഈ ചെടിയെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലേ. അപ്പോൾ ഈ വേരുകളാണ് മണ്ണിൽ ഈ ചെടിയെ ഇങ്ങനെ നിർത്തുന്നത്, നിലനിർത്തുന്നത് അല്ലേ. അത് ഉറപ്പിച്ച് നിർത്തുന്നത്. വേരുകളില്ലേ ചെടി പൊട്ടിപ്പോകും ഇല്ലേ. വേരിൻ്റെ സവിശേഷത ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു അല്ലേ. ചെടിയെ നിർത്തുന്നത് വേരാണ്. മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കുന്നു അല്ലേ. മണ്ണിലുള്ള വെള്ളവും വളവും അല്ലേ തണ്ടിലേക്ക് വലിച്ചെടുത്ത് ലീഫിന് ഇലകൾക്ക് കൊടുക്കുന്നത് ആരാണ്? വേരാണ് അല്ലേ. മണ്ണ് ടച്ച് ചെയ്ത് മണ്ണിൽ തട്ടി നിൽക്കുന്ന ഭാഗമാണ് വേര്. അപ്പോൾ മണ്ണിലുള്ള ലവണങ്ങളിലെ വെള്ളം എല്ലാം വലിച്ചെടുക്കുന്നത് വേരാണ് അല്ലേ. വേരിനാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം വലിച്ചെടുത്ത് തണ്ടിന് കൊടുക്കും. അപ്പോൾ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കുന്നു. ഇനി തണ്ടിൻ്റെ പ്രയോജനം എന്താണ്? ഈ വേര് വലിച്ചെടുക്കുന്ന വെള്ളം ഇലകളിലേക്ക് എത്തിക്കും അല്ലേ. വേര് ഇങ്ങനെ വലിച്ചെടുക്കുന്ന വെള്ളം തണ്ടിലൂടെയാണ് ഇലകളിലേക്ക് എത്തുന്നത്. അപ്പോൾ വേര് വലിച്ചെടുക്കുന്ന വെള്ളം ഇലകളിലെത്തിക്കുന്നു. ഇലകൾ വിന്യസിച്ചിരിക്കുന്നത് തണ്ടിലാണ് അല്ലേ. ഇലകൾ തണ്ടിലല്ല നിൽക്കുന്നത്, വിന്യസിച്ചിരിക്കുന്നത് തണ്ടിലാണ്. തണ്ടുള്ളത് കൊണ്ടാണ് ഇലകൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. പ്രവർത്തനം 1 B, ഇലകൾ, പൂക്കൾ. അപ്പോൾ ഒന്നിൽ A അല്ലെങ്കിൽ B ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഇലകൾ, പൂക്കൾ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇലകൾ നിരീക്ഷിച്ച് സവിശേഷതകൾ കുറിക്കുക. എന്തൊക്കെ സവിശേഷതകളാണ് ഈ ഇലകൾക്കുള്ളത്? ആകൃതിയിൽ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ. ചിലതിന് അറ്റങ്ങൾ കൂർത്തതാണ്, ചിലതിന് പരന്നതാണ് അല്ലേ. ഷേപ്പ് ആകൃതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ഇലകൾക്കും വ്യത്യസ്ത ആകൃതിയാണ്. ഓരോ ഇലകൾക്കും ആകൃതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. വ്യത്യസ്ത ആകൃതിയാണ് എന്നെഴുതാം. ഇപ്പോൾ ചെറിയ ഇല ഉണ്ട്, വലിയ ഇല ഉണ്ട് ഇല്ലേ, നീളമുള്ളതുണ്ട് ഇല്ലേ. ഇപ്പോൾ ചെറുതും വലുതും ഇലകൾ ചെറിയതും വലിയതുമായ വിവിധ വലുപ്പത്തിൽ കാണപ്പെടുന്നു. ചില ഇലകളുടെ അരികുകൾ മിനുസമുള്ളതാണ്, എന്നാൽ ചിലതിൻ്റെ അരികുകൾ പല്ലുള്ളതുപോലെ കാണപ്പെടുന്നു അല്ലേ. ചിലതിന് പല്ലുള്ളതുപോലെ ഉണ്ട്, ചിലതിൻ്റെ മിനുസമുള്ള അരികുകളാണ്, അറ്റങ്ങളാണ് എന്ന് എഴുതാം. ഈ ഇലകളുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില ഇലകൾ എന്താണ് ഒറ്റപ്പെട്ട് കാണുന്ന ഇലകളാണ്, ചിലത് കൂട്ടം കൂട്ടമായി കാണുന്ന ഇലകളാണ് അല്ലേ. ചിലത് ഒറ്റ ഇലകളാണ്, എന്നാൽ ചിലത് കൂട്ടമായി കാണുന്നതാണ് അല്ലേ, കാണപ്പെടുന്ന ഇലകളാണ് അല്ലേ. ചിലതിന് അരികുകൾ മിനുസമുള്ളത്, ചിലതിന് കൂർത്തതായിരിക്കും അല്ലെ. വിവിധ വലിപ്പത്തിലും ചെറിയതുമായിട്ട് കാണപ്പെടുന്നത്, ആകൃതിയിൽ വ്യത്യാസമുള്ളതാണ്. ഇതൊക്കെയാണ് ഈ സവിശേഷതകൾ. B ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനയ്ക്ക് നേരെ തെറ്റ് ഇടുക. പൂക്കൾ പല നിറത്തിലുണ്ട്. പല നിറത്തിലുണ്ടല്ലോ, അത് ശരിയാണല്ലേ. തെറ്റായതിന് നേരെയാണ് തെറ്റിടേണ്ടത്. എല്ലാ ചെടികളും പൂക്കുന്നു. എല്ലാ ചെടികളും പൂക്കോ? ഇല്ല, പൂക്കാത്ത ചെടികളുമുണ്ട് അല്ലേ. പൂവില്ലാത്ത അല്ലേ, നമ്മൾ അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന ചെടികളുണ്ട് അല്ലേ, പൂക്കാത്ത ചെടികളുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. രാത്രി വിടരുന്ന പൂക്കൾക്ക് മണമുണ്ട്, മണമുള്ള പൂക്കളുണ്ട്. എല്ലാ പൂക്കളും കായായി മാറുന്നില്ല. ഇതൊക്കെ ശരിയാണല്ലേ, കായായിട്ട് മാറുന്നില്ല. അപ്പോൾ രണ്ടാമത്തത് എല്ലാ ചെടികളും പൂക്കുന്നു എന്നുള്ളത് തെറ്റാണ്. C ക്വസ്റ്റ്യൻ, പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതുക. പൂക്കൾ എന്തിനാണ്? നമുക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലേ.
പൂമ്പാറ്റകൾക്കാണെങ്കിൽ തേൻ കുടിക്കാൻ അല്ലേ, അതൊക്കെ പ്രയോജനമാണ് അല്ലേ. അപ്പോൾ പൂമ്പാറ്റകൾക്ക് തേൻ ലഭിക്കുന്നു, പുതിയ ചെടികൾക്കായി വിത്തുകൾ ഉണ്ടാകുന്നു അല്ലേ, പൂക്കളിൽ നിന്നും വിത്തുകൾ ഉണ്ടാകാറുണ്ട്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അല്ലേ. സ്പ്രേയിലൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്, സ്മെല്ലിന് വേണ്ടിയിട്ട് അലങ്കരിക്കാനില്ലേ, സ്കൂളൊക്കെ അലങ്കരിക്കാൻ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വിത്തുകൾ അല്ലേ, അതിൽ നിന്ന് വിത്തുകൾ ഉണ്ടാക്കാൻ അല്ലേ, പുതിയ ചെടികൾ ഉണ്ടാക്കാനുള്ള വിത്തുകൾക്ക്. ഇപ്പോൾ പൂക്കളെ പ്രയോജനങ്ങളാണ് എഴുതേണ്ടത്. പ്രവർത്തനം 3, എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അല്ലേ. അപ്പോൾ നല്ല ശക്തമായ മഴ തുടരുന്നു അല്ലേ, സ്കൂൾ ലീവ് അല്ലേ, അതുപോലെയുള്ള കുറച്ച് പ്ലക്കാർഡ് പോസ്റ്ററുകളുണ്ട്. ക്വസ്റ്റ്യൻ, മഴയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പേരെഴുതുക. എന്താണ് മഴ മാപ്പിനി അല്ലെ, റെയിൻ ഗാജ്. റെയിൻ അളക്കാനുള്ള ഉപകരണമാണ്, അളവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് റെയിൻ ഗാജ് അല്ലെ, മഴ മാപ്പിനി. ബി ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് കണ്ടെത്തുന്നതിനായി വീട്ടിൽ ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ച് മഴ അളക്കുന്ന ഒരു ഉപകരണം നിർമ്മിക്കുന്ന രീതി എഴുതുക. നമ്മളെ മഴ മാപ്പിനി എങ്ങനെയാണ് ഉണ്ടാക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെയിൻ ഗാജ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഉപകരണം നിർമ്മിക്കുന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു വാട്ടർ ബോട്ടിലില്ലേ, സുതാര്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അല്ലേ, കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം മുറിച്ചെടുക്കുക അല്ലേ, മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുക. സുതാര്യമായിട്ടുള്ള കുപ്പി മുറിച്ചിട്ട് ഇങ്ങനെ ഫണൽ പോലെ അല്ലേ, ഇങ്ങനെ തല കീയായിട്ട് ഒരു ഫണൽ പോലെ വെക്കുക. എന്നാലേ ഉള്ളൂ റെയിന് വരുമ്പോൾ ഇതിലൂടെ കളക്ട് ചെയ്യുക അല്ലേ. ഇങ്ങനെ വരണമെങ്കിൽ അത് അളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക അല്ലേ. അപ്പോൾ എത്ര ഉണ്ട് അളവ് എന്ന് നമുക്ക് നോക്കാം അല്ലേ, എത്ര റെയിന് അല്ലേ ഇതിലൂടെ വന്നിട്ട് വീണിട്ട് അളന്നു അല്ലേ കിട്ടിയെന്ന് നോക്കാം അല്ലേ. സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗം തല കീയായി കുപ്പിക്കുള്ളിലേക്ക് അല്ലേ ഫണൽ പോലെ ഇറക്കി വെക്കുക. അങ്ങനെ ഫണൽ പോലെ ഇറക്കി വെക്കുക. വെള്ളത്തിൻ്റെ അളവ് അളക്കുന്നതിനായി കുപ്പിയുടെ വശത്ത് ഒരു സ്കെയിൽ പതിപ്പിക്കുക അല്ലേ. സ്കെയിൽ വെച്ചാൽ വെള്ളം അളക്കാം അല്ലേ, എത്ര ഉണ്ട് വെള്ളം ഇതിലൂടെ വന്ന് വെള്ളം എത്ര കിട്ടി എന്ന് നമുക്ക് നോക്കാം. വെള്ളം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലേ മഴ മാപ്പിനി അല്ലേ, അതെങ്ങനെയാണ് അല്ലേ ഉണ്ടാക്കുന്ന രീതിയാണ് ചോദിച്ചത്. സി ക്വസ്റ്റ്യൻ, മഴയ്ക്കു ശേഷം നമ്മുടെ പരിസരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? എന്താണ്, വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ മണ്ണുകൾ നനയും അല്ലേ, മണ്ണ് നന്നായി നനയുന്നു അല്ലേ, വെള്ളം ഇങ്ങനെ വീണിട്ട് കിണറൊക്കെ നിറയും അല്ലേ, കിണറുകളിലും കുളങ്ങളിലും ജലനിരപ്പ് ഉയരുന്നു, നീർച്ചാലുകളും പുഴകളും കവിഞ്ഞൊഴുകുന്നു, ചുറ്റുപാടിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു അല്ലേ. റെയിന് പെയ്യുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഉണ്ടാവും, കുളിരുണ്ടാകും അല്ലേ, ചെടികൾക്കൊക്കെ വെള്ളം ലഭിക്കുന്നു, കിണറുകളിൽ വെള്ളം നിറയുന്നു, മണ്ണ് നനയുന്നു. പ്രവർത്തനം 3, ജീവികൾ സവിശേഷതകൾ. ക്വസ്റ്റ്യനെ, സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും ശാരീരിക സവിശേഷതകൾ എന്തൊക്കെ? ഇപ്പോൾ സസ്യബുക്കുകൾ അല്ലേ, മാംസാഹാരികൾ അല്ലേ, മാംസം തിന്നവർക്ക് നീണ്ട കൂർത്ത പല്ലുകളാണ് ഉണ്ടാവുക അല്ലേ, എന്നാലേ ഉള്ള കടിച്ച് പറിച്ച് തിന്നാൻ കഴിയുകയുള്ളൂ. പക്ഷെ സസ്യബുക്കുകൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, പരന്ന പല്ലുകൾ മതി. അപ്പോൾ ആട്, പശു, മാൻ എന്നിവക്ക് പരന്ന പല്ലുകളാണുള്ളത്. അവർക്ക് ഇലകളാണ് കഴിക്കേണ്ടത് അല്ലേ, അവർക്ക് ഇപ്പോൾ പരന്ന പല്ല് മതി, മാംസം കഴിക്കേണ്ട. കുതിര, പശു, ആട്, മാൻ എന്നിവക്ക് കട്ടിയുള്ളതും പരന്നതുമായ കുളമ്പുകൾ ഉണ്ട്. ആടിൻ്റെ പശുവിൻ്റെയൊക്കെ താഴെ അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് കുളമ്പുകളുണ്ട് ഇല്ലേ. ഇനി മാംസാഹാരികൾ അല്ലെ, നീണ്ട കൂർത്ത പല്ലുകളാണ് ഉണ്ടാവുക. അതായത് സിംഹം, കടുവ പോലുള്ള ജീവികൾക്ക് നീണ്ട കൂർത്ത പല്ലുകളാണ് ഉള്ളത്. പരുന്ത്, കഴുകൻ, മരംകൊത്തി തുടങ്ങിയ പക്ഷികൾക്കും കടുവ, സിംഹം തുടങ്ങിയവക്കും നീണ്ട കൂർത്ത നഖങ്ങളുണ്ട്. മറ്റ് ജീവികളെ പിടിച്ച് തിന്നാനും അതുപോലെ അല്ലേ അവയെ പിടിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നീണ്ട പല്ലുകളുണ്ട്, അതുപോലെ നീണ്ട നഖങ്ങളുമുണ്ട് ഇല്ലേ. മാംസബുക്കുകൾക്ക് നീണ്ട നഖങ്ങളുണ്ട്. നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താനും കീറി മുറിക്കാനും ഉപയോഗപ്പെടുത്തുന്നു. ബി ക്വസ്റ്റ്യൻ, ഈ തേടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ജീവികളുടെ ശാരീരിക സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ജീവികൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. പരന്ന ചുണ്ടുകൾ മീനുകളെ വായ്ക്കുള്ളിലാക്കാൻ സഹായിക്കുന്നു. അതിവേഗം പുറത്തേക്ക് നീട്ടാവുന്ന പശിമയാർന്ന നാക്കിൽ ഇരയെ കുടുക്കുന്നത് തവള അല്ലേ. പരന്ന ചുണ്ടുകൾ മീനുകളെ അല്ലേ, പൊന്മാനാണ് മീനുകളെ വായ്ക്കുള്ളിലാക്കാൻ സഹായിക്കുന്നത് അല്ലേ. മീനിനെ കൊത്തി തിന്നത് പൊന്മാനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. ഏത് ജീവികളുടെ സവിശേഷതയാണ് ഈ കൊടുത്തത് എന്നാണ് ചോദിച്ചത്. തവളയുടെയും പൊന്മാനിൻ്റെയുമാണ്. 4ാമത്തെ പ്രവർത്തനം 4ൽ എ, ബി എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. ഒന്നിന് മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഓപ്ഷൻസ് നോക്കണം കൃത്യമായിട്ടില്ലേ. 4ൽ എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ 4ൽ ബി, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. 4ൽ ബി കണ്ടോ,
4 തന്നെ 4 എ ക്വസ്റ്റ്യനും ഉണ്ടാവും, 4 തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി, രണ്ടും കൂടി എഴുതി സമയം കളയേണ്ടതില്ല. എ ക്വസ്റ്റ്യൻ: സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിൽ ഒരു ശലഭോദ്യാനം ഒരുക്കുന്നതിന് കുട്ടികൾ തീരുമാനിച്ചു. ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതിന് അനുയോജ്യമായ ചെടികൾ ഏതൊക്കെ? നിങ്ങളുടെ സ്കൂളിലെ ഗാർഡനിൽ ഒരു ശലഭോദ്യാനം, അതായത് ശലഭങ്ങൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ഉദ്യാനം അല്ലേ ഒരുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. അതിന് അനുയോജ്യമായ ചെടികൾ. അപ്പോൾ നിങ്ങൾ ആ ഗാർഡനിൽ ജൈവ വൈവിധ്യ പാർക്കിൽ ഏതൊക്കെ ചെടികൾ നിങ്ങൾ നട്ടും? ആ ചെടികളുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. അതായത് ശലഭങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെ അവർ വന്നിരിക്കുന്ന ചെടികളാണ് നമ്മൾ അവിടെ നടേണ്ടത്. കറിവേപ്പില, ചെമ്പരത്തി അല്ലെ മുക്കുറ്റി ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ശലഭങ്ങൾ ആകർഷണം അല്ലെ, അവർക്ക് തേൻ കുടിക്കാൻ അവർക്കത് കാണുമ്പോൾ ആകർഷണം തോന്നുന്ന ചെടികളാണ് നമ്മൾ നട്ട് വളർത്തേണ്ടത്. അപ്പോൾ കറിവേപ്പ്, പാണൽ, ചെമ്പരത്തി, മുക്കുറ്റി, ഗരുഡക്കൊടി ഇതൊക്കെ ബട്ടർഫ്ലൈസിനെ അല്ലെ നമ്മുടെ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികളാണ്. അപ്പോൾ 4 ചെടികളെ പേരെങ്കിലും പഠിച്ചു വെക്കുക. ബി ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂമ്പാറ്റകളല്ലാത്ത ജോഡി ഏത്? തീച്ചിറകൻ, നാട്ടുകോമാളി പൂമ്പാറ്റകളുടെ പേരുകളാണ്. നീലക്കടുവ, ചക്കരശലഭം ഇതും പൂമ്പാറ്റകളുടെ പേരുകളാണ്. നാരകക്കാളി, ബുദ്ധമയൂരി അല്ലെ പൂമ്പാറ്റകളുടെ പേരാണ്. ഡി ആനറാഞ്ചി, മഞ്ഞക്കറുപ്പൻ. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇത് ചിത്രശലഭത്തിൻ്റെ പേരല്ല അല്ലെ. അല്ലാത്തത് ഇങ്ങോട്ടെടുത്ത് എഴുതുക അല്ലെ, ഓപ്ഷൻ ഡി. ഡി ആണ് ചിത്രശലഭത്തിൻ്റെ അല്ലേ പൂമ്പാറ്റകളല്ലാത്ത ജോഡി അല്ലേ. അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ: ചിത്രശലഭത്തിൻ്റെ ജീവിതചക്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്, പൂർത്തിയാക്കുക. അപ്പോൾ ജീവിതചക്രം അല്ലെ, ലൈഫ് സൈക്കിൾ. ആദ്യം മുട്ട വിരിഞ്ഞ് എന്താവും? ലാർവയാകും അല്ലേ. ലാർവ എന്നിട്ട് പ്യൂപ്പയാകും, പ്യൂപ്പ വിരിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ബട്ടർഫ്ലൈ ചിത്രശലഭമായിട്ട് മാറും. അപ്പോൾ ഇവിടെ വിട്ടുപോയത് ലാർവ എന്ന് എഴുതുക അല്ലേ. അപ്പോൾ ഈ ലൈഫ് സൈക്കിൾ ജീവചക്രം പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്ന് മിസ്സിങ് അല്ലേ, മിസ്സായിട്ടില്ലേ, ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും, അത് നിങ്ങൾ എഴുതേണ്ടതാണ്. ആദ്യം തന്നെ മുട്ട അല്ലേ, മുട്ടകൾ വിരിഞ്ഞാണ് ലാർവയാകുന്നത്, അത് പ്യൂപ്പയായിട്ടില്ലേ, പുയുവായിട്ട് വളരും, പിന്നെ അത് വിരിഞ്ഞിട്ട് ചിത്രശലഭമാകും. വീണ്ടും ഈ ചിത്രശലഭം മുട്ടയിടും, ഈ മുട്ട വിരിഞ്ഞിട്ട് എന്താവും? ലാർവയാകും, അത് വിരിഞ്ഞ് പ്യൂപ്പയാവും, ചിത്രശലഭമാവും. ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും അല്ലേ, ചക്രം പോലെ ജീവിതചക്രം. ഇനി പ്രവർത്തനം 4 ബി. നമ്മളിപ്പം പ്രവർത്തനം 4 എ ഡിസ്കസ് ചെയ്തു. അല്ലെങ്കിൽ 4 ബി ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 4 എ എഴുതിയവർ 4 ബി എഴുതേണ്ടതില്ല അല്ലേ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ബി എന്താണ്? പലതരം ആഹാരം. നമുക്ക് ചുറ്റുപാടുമുള്ള ജീവികളും അവയുടെ ആഹാര രീതികളും വ്യത്യസ്തമാണ്. പശു, ആട്, മാൻ തുടങ്ങിയ ജീവികൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവയാണ്. സസ്യം, മാംസം തിന്നാത്തവരാണ് ആട്, മാൻ, പശു ഒക്കെ അല്ലേ. സിംഹം, കടുവ, പൂച്ച തുടങ്ങിയ ജീവികൾ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത് അല്ലേ. കടുവ, സിംഹമൊക്കെ മാംസം കഴിക്കുന്നവരാണ്. എന്നാൽ ചില ജീവികൾ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവരാണ്. ചിലത് രണ്ടും കഴിക്കുന്നവരുണ്ട്. അത്തരം ജീവികൾ മിശ്രാഹാരികൾ എന്നറിയപ്പെടുന്നു അല്ലെ. മിശ്രം, രണ്ടും കഴിക്കുന്നവർ. കാക്കയും മനുഷ്യരും ഉറുമ്പും ഇത്തരം ഭക്ഷണക്രമമുള്ള ജീവികളാണ് അല്ലെ. നമ്മൾ രണ്ടും കഴിക്കുന്നവരാണ്. മനുഷ്യനുമായുള്ള സമ്പർക്കം വഴി വേവിച്ച സസ്യാഹാരങ്ങൾ ഭക്ഷിക്കുമെങ്കിലും പൂച്ച, നായ എന്നീ ജീവികൾ മാംസാഹാരികളാണ്. കുറിപ്പ് വായിച്ചല്ലോ. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. മാംസാഹാരികൾ നിങ്ങൾക്കറിയുന്നത് സസ്യം കഴിക്കുന്നവർ അല്ലെ, സസ്യം മാത്രം കഴിക്കുന്നവർ. മിശ്രാഹാരികൾ, രണ്ടും കഴിക്കുന്ന ജീവികൾ അല്ലെ, അവർക്കൊക്കെ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാംസാഹാരികൾ അല്ലെ, മാംസം മാത്രം കഴിക്കുന്നവർ. കാർണിവോർസ്, ലയൺ, ടൈഗർ അല്ലെ, മാംസം കഴിക്കുന്നവരാണ്. ഹെർബിവോർസ് അല്ലെ, സസ്യം മാത്രം കഴിക്കുന്നവരാണ്. കൗ, ഗോട്ട് അല്ലെ, അതായത് പശു, ആട്. ആടും പശുവൊക്കെ പുല്ലൊക്കെ തിന്നുന്നവർ, സസ്യം തിന്നുന്നവരാണ് അല്ലേ, സസ്യം മാത്രം കഴിക്കുന്നവരാണ് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശു, ആട്. മിശ്രാഹാരികൾ അതായത് ഒംനിവേഴ്സ്, രണ്ടും, അതായത് നമ്മൾ ഹ്യൂമൻസിലെ മനുഷ്യന്മാർ, കാക്ക, മനുഷ്യൻ, ഇതൊക്കെ മിശ്രാഹാരികൾ, രണ്ടും മാംസവും കഴിക്കും സസ്യവും കഴിക്കുന്ന മിശ്രാഹാരികളാണ് മനുഷ്യരും കാക്കയും. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ: ജീവികളുടെ ആഹാര സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക അല്ലെ. ശരിയുള്ളതിന് ശരി, തെറ്റുള്ളതിന് തെറ്റ്, ഇൻറ്റു മാർക്ക് ഇടുക. എ എന്താണ്? എല്ലാ ജീവികളും ആഹാരം തേടുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ശരിയല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അല്ലെ, വ്യത്യസ്ത രീതിയിലാണ് ആഹാരം തേടുന്നത്. എല്ലാവരും ഒരേ രീതിയിലാണോ ആഹാരം തേടുന്നത്? ബി ക്വസ്റ്റ്യൻ: ആഹാരം വേണ്ടാത്ത ജീവികളുണ്ട്. അങ്ങനത്തെ ജീവികളുണ്ട്, എല്ലാവർക്കും ആഹാരം വേണം, അപ്പോൾ അത് തെറ്റാണ്. ആഹാരം വേണ്ടാത്തവരൊന്നുമില്ല, അത് തെറ്റാണ്. സി, ജീവികൾക്ക് ഇര തേടുന്നതിന് അവയുടെ ശാരീരിക സവിശേഷതകൾ സഹായിക്കുന്നുണ്ട് ഇല്ലേ, അവരുടെ ശരീരഘടനക്കനുസരിച്ചാണ് അവർ ഇരയെ തേടുന്നത് ഇല്ലേ. ഡി, എല്ലാ ജീവികളും സസ്യാഹാരികളാണ്. അല്ല അല്ലെ, മാംസാഹാരികളുണ്ട്, മിശ്രമുണ്ട്. എല്ലാവരും സസ്യം കഴിക്കുന്നവരാണോ? അല്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് തെറ്റാണ്. തെറ്റായതിന് തെറ്റും ശരിയുള്ളതിന് ശരിയും അടയാളപ്പെടുത്തുക. പ്രവർത്തനം 5 ജീവികൾ പലതരം.
എ. വീട്ടിൽ വളർത്തുന്ന ചില ജീവികളും അവയെക്കൊണ്ട് നമുക്കുള്ള പ്രയോജനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ജീവി പ്രയോജനം, കോഴി എന്തിനു വേണ്ടിയിട്ടാണ്? പാലിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? അല്ല. പ്രാവ് സുരക്ഷയ്ക്ക് വേണ്ടി, പശു കൗതുകത്തിന് വേണ്ടി, നായ മുട്ടയ്ക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെയാണ് പ്രയോജനം. ഇതൊക്കെ തെറ്റാണല്ലേ? ശരിയായിട്ടുള്ള ജോഡികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിലേതാണ് ശരി? അപ്പോൾ കോഴിയെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ നോക്കുക. AH അല്ലേ? AH ആണ് ഒക്കെ അല്ലേ? ഇത് 2 ഇത് 3. AH എന്നുള്ളതാണ് ശരി. പിന്നെ പ്രാവിന് എന്തിനു വേണ്ടിയിട്ടാണ്? കൗതുകത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ വളർത്തുന്നത്? എന്തെങ്കിലും മുട്ട എന്തെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ, വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി വളർത്തുന്നതാണ് പ്രാവ്. അപ്പോൾ BG അല്ലേ? ഇപ്പോൾ BG എന്ന് വരുന്നത് രണ്ടാമത്തതും D അല്ലേ? ഓപ്ഷൻ Bയും Dയുമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സിയും F അല്ലേ? സിയിൽ F ആണോ E ആണോ? സി. പശു എന്തിനാണ്? പാലിന് വേണ്ടിയിട്ടാണോ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? പാലിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ CE എന്ന് വരുന്ന ഓപ്ഷൻ, CE എന്ന് വരുന്നത് ലാസ്റ്റത്തതാണ് അല്ലേ? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. D എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടി, DF അല്ലേ? ഇതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കുക. അത് കറക്റ്റായിട്ടുള്ളത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ D ആണ്. അപ്പോൾ D ഓപ്ഷൻ അല്ലേ? ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള ജോഡികൾ ഏതാണ്? ബി ചോദ്യം, പട്ടികയിൽ നൽകിയിരിക്കുന്ന ജീവികളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചെഴുതുക. ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഏറ്റവും ചെറുത് പ്രാവാണ് അല്ലേ? അത് ചെറിയ ബോക്സിൽ എഴുതുക അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഏറ്റവും ചെറുത് പ്രാവല്ലേ? ചെറുതാണ്. അതിനേക്കാൾ വലുതാണ് കോഴി, അതിനേക്കാൾ വലുതാണ് നായ, ഏറ്റവും വലുതാരാണ്? പശുവാണ്. അപ്പോൾ ഏറ്റവും വലുത് താഴെ എഴുതുക. കമൻറ്റിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. അപ്പോൾ നാളെ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതുക. സി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സി ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് സാധാരണയായി കാണുന്ന ജീവികളും അവയുടെ സഞ്ചാര രീതിയും ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ജീവികളുടെ പേര്, സഞ്ചാര രീതി അല്ലേ? അവരെങ്ങനെയാണ് നടക്കുന്നത്, ചെയ്യുന്നത് അല്ലേ? ചാടുന്നത്, പറക്കുന്നത് അല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സഞ്ചാര രീതിയാണുള്ളത്. അപ്പോൾ കാക്ക എന്താ ചെയ്യുന്നത്? പറക്കുകയാണ് അല്ലേ? പറക്കുന്നു. പൂച്ച എന്താ ചെയ്യുക? നടക്കുന്നു അല്ലെങ്കിൽ ഓടുന്നു, രണ്ടും ചെയ്യും അല്ലേ? തവള എന്താ ചെയ്യുക? ചാടുന്നു. മീൻ എന്താ ചെയ്യുക? നീന്തല്ലേ ചെയ്യുക? നീന്തുന്നു അല്ലേ? അവരെങ്ങനെയാണ് നടക്കുകയാണോ നീന്തുകയാണോ? അവരുടെ സഞ്ചാര രീതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കുക. ഇവിടെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുക. അതിൽ എല്ലാ സബ്ജക്റ്റുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2025-26 EVS പരിസര പഠനത്തിൻ്റെ ചോദ്യപേപ്പർ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.